ഗായ്സ്, അപ്പം നമ്മൾ ഈ ഒരു പായസം, ഒരു വെറൈറ്റി പായസമാണ് നമ്മൾ ക്യാരറ്റ് കൊണ്ടും സാബൂനരി കൊണ്ടും ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് പായസം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സംശയം എന്തെങ്കിലും ചോദിച്ചോട്ടോ, നോ പ്രോബ്ലം. ഓക്കെ, അച്ഛൻ അവിടെ ഇളക്കുന്നുണ്ട്. അമ്മ ശർക്കരപ്പാനി ആഡ് ചെയ്യാണ്. ഇതാകണ്ട, ഓഫ് ചെയ്തതിന് ശേഷം വേണ്ടിട്ടത് ഒഴിക്കാൻ. ഓക്കെ ഗായ്സ്, നമ്മുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. കണ്ടോ കണ്ടോ. അപ്പം ഇനി ടേസ്റ്റിങ്ങിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. കൊള്ളാം. അത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് അമ്മ എടുത്തിട്ട് നിങ്ങൾ തിരികെതുകൊണ്ടാ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് എന്താ അമ്മ ചെയ്യാൻ പോകുന്നത്? ഇന്ന് ക്യാരറ്റും ചവ്വരിയും വെച്ചിട്ടൊരു പായസം. ക്യാരറ്റും ചവ്വരി, ഇത് നമ്മുടെ സാബൂനരിയും കൊണ്ട് ഉള്ള ഒരു പായസം. ക്യാരറ്റും പിന്നെ ചവ്വരി, പിന്നെ പാല്. ഇൻഗ്രീഡിയൻസ് അല്ലേ? പാലുണ്ട്. ഇത് എത്ര ലിറ്റർ ഉണ്ട്? ഒരു ലിറ്റർ പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാമുണ്ട്. ഏലക്കാപ്പൊടി, നെയ്യ്, ശർക്കര, അത്രേ ഉള്ളൂ. ചവ്വരി അല്ലേ? ഓക്കെ. ശർക്കര ഇല്ലെങ്കിൽ പഞ്ചസാര യൂസ് ചെയ്യാവുന്നതാണ് ഗൈസ്. എളുപ്പപരിപാടി അല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണെന്നാണ് അവർ പറഞ്ഞത്. ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി പരിപാടികൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗായ്സ്, നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ പീസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി എന്താ പരിപാടി? ഓക്കെ, അപ്പം അണ്ടിപ്പരിപ്പും ബദാമും നെയ്യും. ഇതിലിപ്പം ബദാം ഇല്ലെങ്കിലും അണ്ടിപ്പരിപ്പ് ഇല്ലെങ്കിലും മുന്തിരി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലേ? ഓക്കെ, കുറച്ച് അണ്ടിപ്പരിപ്പോ എന്തായാലും മതി, നിങ്ങൾക്ക് കിട്ടുന്ന സാധനം വെക്കുക. അപ്പം ഇനി അതൊന്ന് നെയ്യിലിട്ടിട്ട് വഴറ്റാൻ പോവാണ്. ഓക്കെ, അപ്പം കാണിച്ചു തരാം. ഓക്കെ, അപ്പം അപ്പം അച്ഛൻ അവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലിട്ട് വറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവിടെ നമ്മൾ ശർക്കര ലായനി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പം നമ്മൾ നെയ്യ് ഒഴിക്കാൻ പോവാണ്. ഇതാ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കും. ഇവിടെ ശർക്കര ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഇതായി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് നമ്മൾ നെയ്യിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഇതൊരു 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. 5 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ, കറക്റ്റ് വേവൊക്കെ കറക്റ്റായിട്ട്. ഓക്കെ, ഒരു 4 മിനിറ്റോളം നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട്. നെയ്യിൽ ഇവരെ മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാരറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണേ. നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ മാറ്റി വെച്ചു. ഇനി നമ്മളൊരു 3-4 മിനിറ്റ് മറ്റേ നെയ്യിൽ തന്നെ ആക്കിയ ക്യാരറ്റും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി കാണിച്ചു തരാം. ഇവിടെ ശർക്കരപ്പാനി ആവുന്നുണ്ട് കേട്ടോ. ഞാനാണ് അതിൻ്റെ ഇൻചാർജ്. ഏത് പാലൊഴിക്കാൻ പോവാണ്. 1 ലിറ്റർ പാലുണ്ട്. അതാ നമ്മുടെ ഇത് തിളയ്ക്കണല്ലേ? പാല് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ സാബൂനരി അല്ലെങ്കിൽ ചവ്വരി ആഡ് ചെയ്യുക. പിന്നെ ബാക്കി സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. വഴിയേ വരുന്നുണ്ട്. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ സാബൂനരി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മൾ സാബൂനരി ആഡ് ചെയ്യാണ് പാലിനകത്തേക്ക്. ഇതാ സാബൂനരി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. 5 മിനിറ്റ് അല്ലേ? അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് കേട്ടോ. ഇത് നമ്മൾ എത്ര മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു സാബൂനരി? 1 മണിക്കൂർ, അര മുതൽ 1 മണിക്കൂർ വരെ നമ്മൾ സാബൂനരി വെള്ളത്തിലിട്ട് വെക്കണം. ഓക്കെ, ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് സാബൂനരി വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ ഗൈസ്. 1 മണിക്കൂർ.
മാക്സിമം 1 hour. ഓക്കെ. അപ്പോൾ പാല് തിളച്ചതിന് ശേഷം നമ്മളിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിതിൻ്റെ മുമ്പിൽ വേണം, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. ഓക്കെ. അപ്പം ഇനി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, നമ്മുടെ പായസം സാബൂനരി 5 മിനിറ്റ് ബോയിൽ ആയിട്ടുണ്ട്, പാലിൽ കിടന്നിട്ട്. ഇനി അതിന് മേലെ നമ്മൾ ഇത് ചെയ്യുന്നു, നമ്മുടെ നെയ്യിൽ 5 മിനിറ്റ് 3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്ത ക്യാരറ്റ് ആഡ് ചെയ്യണേ. ഇതാ പോണം. അപ്പോൾ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നന്നായിട്ട് ബോയിൽ ആയിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം നമ്മൾ സ്റ്റവിന്റെ മേലെ വെച്ചിട്ട്. ഓക്കെ. ഇപ്പൊ ഇതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്ന പാല്, സാബൂനരി, ക്യാരറ്റ്, പിന്നെ നെയ്യും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. ഇത് ബോയിൽ ആയതിനു ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യും. ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ശർക്കരപ്പാനി ഇതിൽ ആഡ് ചെയ്യണം. ഓക്കെ. ചൂടിൽ നമ്മൾ ആഡ് ചെയ്യില്ല. ചൂടിൽ ആഡ് ചെയ്യുമ്പോൾ പാല് പൊട്ടാൻ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഓഹോ. അപ്പൊ ഇതൊന്ന് ഇതാവണം അല്ലേ? ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ശർക്കരപ്പാനി നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്, അതും കൂടി ശ്രദ്ധിക്കണം. അതിനകത്ത് ചിലപ്പം കല്ലുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ആഡ് ചെയ്യുന്നത് കാണിച്ചു ഇതൊന്ന് തണുത്ത്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ശർക്കരപ്പാനി ആഡ് ചെയ്യും. ഓക്കെ. ഓക്കെ. അച്ഛൻ അവിടെ ഇളക്കുന്നുണ്ട്, അമ്മ ശർക്കരപ്പാനി ആഡ് ചെയ്യാണ്. ഇതാ കണ്ട, ഓഫ് ചെയ്തതിന് ശേഷം വേണം കേട്ടോ അത് ഒഴിക്കാൻ. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ബദാമൊക്കെ വറുത്തത് നമ്മൾ ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഏലക്കപ്പൊടി ഇട്ട്. ഓക്കെ. അമ്മ ഏലക്കയുടെ പൊടി ഇടുന്നുണ്ട്. ഇനി പൊടിയില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 കഷ്ണം ചതച്ചിട്ടാലും മതി അല്ലേ അമ്മ? ഓക്കെ. ഈ അണ്ടിപ്പരിപ്പ്, മുന്തിരി വറുത്ത് വെച്ചത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെച്ചത് നമ്മൾ ആഡ് ചെയ്യാണ്. ഇനി ഇതൊന്ന് തിളയ്ക്കാനുണ്ട്, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗായ്സ്, നമ്മുടെ പായസം എന്താ റെഡി ആയിട്ടുണ്ട്. കണ്ട, ഇളക്കും. നല്ല രസമുണ്ടേ. അതെ, ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ടേസ്റ്റ് ചെയ്തു. നീ കറക്റ്റ് ടേസ്റ്റിംഗ് കാണിച്ചു തരാം. ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചാലോ? ഓക്കെ. ഓക്കെ. ഞാനൊന്നും പഠിക്കുമ്പോൾ ഒന്നും കിട്ടിയില്ലല്ലോ. ഇപ്പോഴതൊക്കെ അറിഞ്ഞത്. ഓക്കെ. എനിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം തരും, എന്നിട്ട് അത് കുടിച്ചിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാനൊക്കെ. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കോംപ്ലാൻ കിട്ടിയത്. ബസ്സോ? അതൊക്കെ ഇവിടെ. ഓക്കെ. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ കിടക്കാം. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ. 3 കട്ടോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മുടെ സാബൂനരിയും ക്യാരറ്റ് കൊണ്ടും ഉണ്ടാക്കുന്ന പായസം. അപ്പോൾ ടേസ്റ്റിങ് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് തീരട്ടെ. ഓക്കെ ഗായ്സ്, നമ്മൾ നമ്മുടെ കട്ടോരിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പോൾ ഇനി ടേസ്റ്റിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അവർ രണ്ടുപേരും ടേസ്റ്റിങ് തുടങ്ങിയിട്ടുണ്ട്. എപ്പടി? അടിപൊളിയാ? ഓക്കെ ഗായ്സ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി ഇത് ഉണ്ടാക്കുന്ന സമയത്ത്. ഓക്കെ, ഞാൻ കഴിച്ചു നോക്കട്ടെ. അടിപൊളി, സൂപ്പർ, വാവ്. അപ്പോൾ വീഡിയോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിത് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മുഖത്ത് അടിയിലൊക്കെ ഉണ്ടാവും അല്ലേ? കൊള്ളാം. അത് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് അമ്മ എടുത്തിട്ട് നിങ്ങൾ തിരികെതുകൊണ്ടാ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ രണ്ടാളൊരു ബൈ ബൈ പറഞ്ഞോളൂ. ഓക്കെ, ബൈ ബൈ ഗൈസ്. ചെയ്ത് നോക്കണം കേട്ടോ, അടിപൊളി സാധനമാണ്. സൂപ്പർ. ഓക്കെ, ബൈ ബൈ.